നമസ്കാരം. നമ്മളെ മഹാബലിപുരം യാത്രയിൽ നമ്മൾ ഷോർ ടെമ്പിളും അതുപോലെ തന്നെ പഞ്ചരഥങ്ങളും കണ്ടതിന് ശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് അർജുനൻ്റെ തപസ് എന്ന സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ പിറകിൽ കാണുന്ന ഈ ഒരു വലിയ പാറയിൽ കൊത്തിവെച്ച ശില്പങ്ങളാണ് അർജുനൻ്റെ തപസ് എന്ന് പറയുന്നത്. ഇതൊരു മഹാഭാരതം കഥയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഈ ശില്പങ്ങളൊക്കെ എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ അത് മാത്രമല്ല നമുക്ക് കാണാനുള്ളത്, കൃഷ്ണ ബട്ടർബോൾ അതുപോലെ തന്നെ ചെറുതും വലുതായിട്ടുള്ള കുറേ മണ്ഡപങ്ങളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും പോകാം. നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് കൃഷ്ണ മണ്ഡപമാണ്. ശ്രീകൃഷ്ണ മണ്ഡപത്തിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് അർജുനന്റെ തപസ് സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണമണ്ഡപത്തിന് അകത്തായിട്ട് കൽത്തൂണുകളും ചുവരിൽ നിറയെ ശില്പങ്ങളും കാണാം. കൃഷ്ണനും ഗോപികമാരും, കൃഷ്ണനും ഗോക്കളെയും, ഗോവർദ്ധനഗിരി കയ്യിലെടുത്ത ശ്രീകൃഷ്ണനെയും, മറ്റൊരു സ്ഥലത്ത് കൃഷ്ണനെയും രാധയെയും കാണാം. ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് ഈ ഒരു മണ്ഡപത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ശ്രീകൃഷ്ണന്റെ കുട്ടിക്കാലവും ഗ്രാമത്തിലെ കാഴ്ചകളും പുല്ലാങ്കുഴലൊതുന്ന ശ്രീകൃഷ്ണനെയുമെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകും വിധത്തിൽ തന്നെയാണ് ഇതിനകത്തുള്ള ശില്പങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കൃഷ്ണമണ്ഡപം കണ്ടു കഴിഞ്ഞ് തൊട്ട് അടുത്തായി തന്നെയാണ് അർജുനന്റെ തപസ്. നമ്മൾ ഈ കാണുന്നതാണ് അർജുനന്റെ തപസ്. വലിയൊരു പാറയിൽ കാലുകളോടുകൂടിയ മണ്ഡപവും നിറയെ ശില്പങ്ങളും കൊത്തിവെച്ചിരിക്കുന്നതാണ് അർജുനന്റെ തപസ്. മണ്ഡപത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. ശില്പങ്ങൾ ചെയ്ത പാറയുടെ ഭാഗം കുഴിച്ചെടുത്തതുപോലെയാണ് കാണാൻ കഴിയുന്നത്. അതിനാൽ നമുക്ക് തൊട്ട് അരികിൽ പോയി ശില്പങ്ങൾ കാണാൻ കഴിയില്ല. കുറച്ച് അകലെ നിന്നും ശില്പങ്ങൾ ഭംഗിയായി നമുക്ക് കാണാം. വലിയൊരു പാറ തുരന്നാണ് മണ്ഡപം നിർമ്മിച്ചത്. ഒരു ഭാഗത്ത് മണ്ഡപവും മറുഭാഗത്ത് പൂർണ്ണമായും പാറയിൽ തീർത്ത ശില്പങ്ങളുമാണ് കാണാൻ കഴിയുന്നത്. ഈ പാറയുടെ മുകൾ ഭാഗത്തായിട്ട് ചെറു പാറക്കൂട്ടങ്ങൾ കാണാം. മണ്ഡപമുള്ള ഭാഗം ഉയർന്നിട്ടും ശില്പങ്ങളുള്ള ഭാഗം താഴ്ന്നുമാണ് സ്ഥിതി ചെയ്യുന്നത്. അർജുനന്റെ തപസ് എന്ന ശില്പങ്ങൾ പാശുപതാസ്ത്രം ലഭിക്കുന്നതിന് അർജുനൻ ശിവഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ ഐതിഹ്യവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ശില്പത്തിൽ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്നത് രണ്ട് ആനകളെയാണ്. തൊട്ടു താഴെയായിട്ട് ആനയുടെ ചെറിയ ശില്പവും കാണാം. ഇടത്തുകാലിൽ നിന്ന് തപസ് ചെയ്യുന്ന അർജുനനും വലത്തെ വശത്തായിട്ട് ശിവന്റെ രൂപവും അതിനോട് ചേർന്ന് ദേവന്മാരുടെ രൂപങ്ങളും കാണാം. അർജുനന്റെ തപസ് കണ്ടതിന് ശേഷം നമ്മൾ കാണാൻ പോകുന്നത് കൃഷ്ണ ബട്ടർബോൾ ആണ്. ഇതും മഹാബലിപുരത്തെ മറ്റൊരു വിസ്മയമാണ്. ദൂരെ നിന്നും നമ്മൾ കാണുമ്പോൾ ചെരിഞ്ഞ ഒരു പാറയുടെ മുകളിൽ ഒരു കല്ല് എപ്പോൾ വേണമെങ്കിലും താഴത്തേക്ക് ഉരുണ്ടുവരുന്ന പരുവത്തിൽ നിൽക്കുന്നത് പോലെ തോന്നും. നൂറുകണക്കിന് വർഷങ്ങളായി ഇത് ഇങ്ങനെ നിൽക്കുന്നു. ചെരിഞ്ഞ ഒരു പാറയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഈ ഒരു വലിയ ഉരുളൻ കല്ലിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നിലത്ത് തട്ടി നിൽക്കുന്നത്. തളിയാൽ താഴപ്പവും എന്ന് തോന്നും വിധത്തിൽ ആണ് ഇതിന്റെ നിൽപ്പ്. 20 അടി ഉയരവും 5 മീറ്റർ വീതിയും 250 ടണ്ണിലധികം ഭാരവുമുള്ള ഈ ഒരു കല്ലിന്റെ 4 അടി ഭാഗം മാത്രമാണ് തറയിൽ ഉറച്ചു നിൽക്കുന്നത്. ചെരിഞ്ഞ പാറയിലൂടെ വഴുക്കി വീഴാതെ മുകളിലേക്ക് കയറി വേണം കൃഷ്ണന്റെ വെണ്ണക്കല്ലിൽ എത്തിപ്പിടിക്കാൻ. നമ്മൾ കൃഷ്ണ ബട്ടർബോൾ കാണാൻ പോണ വഴിയിൽ ഗണേശരഥം എന്നൊരു മണ്ഡപം കാണാം. ഇത് നിത്യപൂജ നടക്കുന്ന ഒരു ഗണേശ ക്ഷേത്രമാണ്. ഇവിടെ പൂജാരിയെ കാണാൻ നമുക്ക് പൂജകൾ പ്രസാദങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്നും ലഭിക്കും. നമ്മൾ കണ്ടിരിക്കുന്ന മറ്റ് മണ്ഡപങ്ങളുടെ അത്ര വലിപ്പമില്ല എങ്കിലും നിത്യപൂജ നടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഇതിന് 2 കരിങ്കൽ തൂണുകളും ചുറ്റിലും ശില്പങ്ങളും നമുക്ക് കൊത്തിവെച്ചിരിക്കുന്നതായി കാണാം. അതിനുശേഷം നമ്മൾ നേരെ മേൽപോട്ട് പോകുമ്പോൾ രായഗോപുരം എന്നൊരു ബോർഡ് കാണാം. ഇടത്തെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഗണേശ മണ്ഡപവും കൃഷ്ണ ബട്ടർബോളും കാണാം. വലത്തെ ഭാഗത്ത് രായഗോപുരത്തിലേക്കുള്ള വഴിയും കാണാം. മുകളിലേക്ക് കുറച്ചു ദൂരം നടന്നു വേണം നമ്മൾ രായഗോപുരത്തിൽ എത്തിച്ചേരാനായിട്ട്. രായഗോപുരം എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ തമിഴ് സിനിമകളിൽ ലൊക്കേഷനായിട്ട് ഈ ഒരു രായഗോപുരം കണ്ടിട്ടുണ്ട്. ദളപതി എന്ന സിനിമയിൽ ഒരു പാട്ടിന്റെ പ്രധാന ലൊക്കേഷനാണ് ഈ രായഗോപുരം. നമ്മൾ ഈ കാണുന്നതാണ് രായഗോപുരം. ഫോട്ടോയിലും വീഡിയോയിലും എല്ലാം ഒരു പ്രത്യേക ഭംഗിയാണ് ഈ രായഗോപുരത്തിന്. മേൽക്കൂരയില്ലാതെ വലുതും ചെറുതുമായ തൂണുകൾ നടുവിലും തൂണുകളിൽ ഭംഗിയുള്ള കൊത്തുപണികളും കല്ലുകളും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. രായഗോപുരം ഫിലിം ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ നിറയെ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണിത്. ഇതിന്റെ മുകളിൽ നിന്ന് നമ്മൾ മെയിൻ റോഡ് കാണാം. അർജുനന്റെ തപസിന്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ ഒരു രായഗോപുരം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും താഴത്തേക്കുള്ള കാഴ്ച ഭംഗിയുള്ളതാണ്.
അപ്പം നമ്മൾ രാജഗോപുരം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് വരാഹ ടെമ്പിളാണ്. മറ്റു മണ്ഡപങ്ങൾ പോലെ തന്നെയാണ് കൽത്തൂണുകളും നിറയെ ശില്പങ്ങളും കൊത്തുപണികളും എല്ലാം നിറഞ്ഞതാണ് വരാഹ ക്ഷേത്രം. എന്നാൽ ഇതൊരു ക്ഷേത്ര മാതൃകയിലാണ് നമുക്ക് കാണാൻ കഴിയുക. വരാഹ ടെമ്പിൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഗണേശരഥത്തിന് അരികിലൂടെ മുൻപോട്ടേക്ക് പോവുകയാണ്. ഗണേശരഥം എന്ന് പറയുമ്പോൾ നിത്യപൂജ നടക്കുന്ന ഒരു ക്ഷേത്രമാണെന്ന് നമ്മൾ മുൻപ് പറഞ്ഞുവല്ലോ. നമ്മൾ മുൻപോട്ടേക്ക് പോയി എത്തിച്ചേർന്നത് ത്രിമൂർത്തി ടെമ്പിളിലാണ്. വലിയ 2 പാറകൾക്കിടയിലൂടെയാണ് ഇതിലേക്കുള്ള വഴി. പോണ വഴിയിലുള്ള ഈ ഒരു പാറയിൽ നമുക്ക് ദ്വാരങ്ങൾ കാണാം. പാറ 2ആയിട്ട് പിളർക്കുവാനോ മറ്റോ ശ്രമിച്ചതായിരിക്കാം ഇങ്ങനെയുള്ള ദ്വാരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. മഹാബലിപുരത്തെ ശില്പകലാ പഠനകേന്ദ്രമായിട്ടും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഇവിടുത്തെ പൂർണ്ണമാകാത്ത ശില്പങ്ങളെല്ലാമായിരിക്കാം ഇത്തരത്തിൽ പറയുവാൻ കാരണമായിട്ടുള്ളത്. ഇതിന് തൊട്ടടുത്തായിട്ട് കിണർ പോലെ പാറ കുഴിച്ചത് കാണാം. ത്രിമൂർത്തി കോവിലിന് തൊട്ടടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ത്രിമൂർത്തി കോവിൽ എന്ന് പറയുമ്പോൾ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് പുറത്ത് ദ്വാരപാലകരെയും കൊത്തിവെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ശില്പങ്ങളെല്ലാം പുതുമയോടെ തന്നെയാണ് നിലനിൽക്കുന്നത്. ശിവലിംഗവും മറ്റും അടുത്ത കാലത്ത് നിർമ്മിച്ചതുപോലെ തോന്നും. 3 കോവിലുകൾക്ക് ഉള്ളിലും മുഖ്യ ദേവന്മാരും അവരുടെ സമീപത്തായിട്ട് മറ്റ് ദേവീദേവന്മാരുടെ ശില്പങ്ങളും കാണാം. ഈ കാണുന്നത് പൂർത്തിയാകാത്ത മറ്റൊരു മണ്ഡപമാണ്. കൃഷ്ണ മണ്ഡപത്തിന് തൊട്ട് അടുത്തായിട്ടാണ് ഈ ഒരു മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ മഹാബലിപുരം യാത്രയിൽ ഷോർ ടെമ്പിൾ, പഞ്ചരഥങ്ങള്, കൃഷ്ണമണ്ഡപം, അർജുനന്റെ തപസ്, ഗണേശ മണ്ഡപം, രായമണ്ഡപം, കൃഷ്ണ ബട്ടർബോൾ, ത്രിമൂർത്തി കേവ്, ലൈറ്റ് ഹൗസ്, ഈശ്വരൻ കോവില്, അങ്ങനെ അനവധി കാഴ്ചകൾ കണ്ടു. ഷോർ ടെമ്പിളിൽ നിന്നും യാത്ര തുടങ്ങി നമ്മൾ ഓരോന്നായിട്ട് കണ്ട് നടന്നു ക്ഷീണിച്ചിരിക്കുമ്പോഴും ഇനി എന്തെല്ലാം നിർമ്മിതികളാണ് നമ്മളെ വിസ്മയിപ്പിക്കാനായിട്ട് ഇവിടെ കാണുവാനുള്ളത് എന്ന ആകാംക്ഷയിൽ വീണ്ടും മുൻപോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു. ഓരോ മണ്ഡപങ്ങളും ക്ഷേത്രങ്ങളും അവയിലെ ശില്പങ്ങളും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഓരോരോ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു. പല്ലവകാലത്തെ ശില്പകലയിലെ വിസ്മയങ്ങൾ എന്നും മനസ്സിൽ നിലനിൽക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ മഹാബലിപുരം യാത്രയുടെ അവസാന വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.